സ്പോട്ട് ലൈവിന് പോകുന്നത് പെരുമ്പാവൂരിലേക്കാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഇന്ന് ബഹുജന റാലി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റാലിയുടെ ഭാഗമാകും. ഇതര സംസ്ഥാന തൊഴിലാളികളിലൂടെ പെരുമ്പാവൂരിൽ ശക്തമായിട്ടുള്ള മയക്കുമരുന്ന് ശൃംഖല തകർക്കുകയാണ് ലക്ഷ്യം. നാട്ടുകാരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ജനസഭയ്ക്ക് ശേഷം ഭായ് കോളനിയിലെത്തി ഇതര സംസ്ഥാന തൊഴിലാളികളുമായി രമേശ് ചെന്നിത്തല നേരിട്ട് സംസാരിക്കും. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് പെരുമ്പാവൂരിൽ നിന്ന്. ആജ്ഞ, ഈ പെരുമ്പാവൂരിനെ ലഹരി വിമുക്തമാക്കാനുള്ള പ്രത്യേക പരിപാടികളുടെ ഭാഗമായിട്ടാണ് ആഭ്യന്തര വകുപ്പ് ഈ ഒരു പരിപാടി തന്നെ സംഘടിപ്പിക്കുന്നത്. അതായത് ലഹരിക്കെതിരെ ഉണർന്ന് പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായി തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് തുടക്കമാകുകയാണെന്ന് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിലൂടെ ഇന്ന് വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഈ പരിപാടി, ഈ ബഹുജന റാലിക്ക് തുടക്കമായോ? മന്ത്രിയെ കൂടാതെ, ആഭ്യന്തരമന്ത്രിയെ കൂടാതെ ആരൊക്കെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്? ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിലാണുള്ളത്. ഇവിടെ നിന്നും വിദ്യാർത്ഥികളെ ചേർത്ത് റാലിയുമായിട്ടാണ് അതായത് ഇവിടെ സെമിനാർ നടക്കുന്ന ഹാളിലേക്ക് പോവുക. ഫൈൻ ആർട്സ് ഹാളിലേക്കാണ് പോവുക. അവിടെ അദ്ദേഹം ഇവിടെ തന്നെയാണ് ആഭ്യന്തരമന്ത്രി എത്തുക. ആഭ്യന്തരമന്ത്രി എത്തിയ ശേഷം ഈ റാലിക്കൊപ്പമാണ് അദ്ദേഹം തന്നെ അങ്ങോട്ട് പോകുന്നത്. നേരത്തെ 2:30 മണി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ SPC ലഹരി മുക്ത കേരളം ബാനറുകളും ഒക്കെ നിർത്തിക്കൊണ്ടാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കുട്ടികളെ അണിനിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സാറേ എപ്പോഴത്തേക്ക് പ്രോഗ്രാം തുടങ്ങുമായിരിക്കും സാറേ? ഉടനെ റാലിയായിട്ട് നേരെ സുഭാഷ് മൈതാനിയിൽ ഒരു ഫ്ളാഗ് ഹോയിസ്റ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ പൊതുസമ്മേളനം, ബാഡ്ജ് വിതരണം, അതിനുശേഷം മറ്റേ ബായ് കോളനിയിലേക്ക് അവരായിട്ട് ഇന്ററാക്ഷൻ വേണ്ടിയിട്ട് പോകും. ഇതാണ് ഇതിപ്പോ പെരുമ്പാവൂർ ഏറ്റവും കൂടുതൽ ലഹരി പിടിച്ചെടുത്ത ഒരു സ്ഥലം കൂടിയുണ്ടല്ലോ. അപ്പൊ ഇത്തരം ഒരു ക്യാമ്പയിനുകൾ കൊണ്ട് കുറച്ചുകൂടി അതായത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് പോലീസ് വളരെ എഫക്റ്റീവായിട്ട് ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ 18 കോടിയുടെ വിദേശ ബന്ധമുള്ള മയക്കുമരുന്ന് മാഫിയെ പിടിച്ചേക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോ ഇത് നമ്മുടെ നാടിന്റെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ യുവത്വത്തിലാണ് ഇരിക്കുന്നത്. ഈ യുവത്വത്തിനെ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല, ഈ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും ഇത് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, ഈവൻ ഞങ്ങൾ അന്ന് നാട്ടുകാര് കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെ പിടിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്നും അവരുടെ വാട്സപ്പിലേക്ക് കിട്ടിയിരുന്ന നമ്പറുകൾ കാക്കനാട് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള കോളേജ് വിദ്യാർത്ഥിനികളുടെ ഡീറ്റെയിൽസ് ആണ്. എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് എത്തിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പൊ അത് വളരെ ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോ ഇപ്പോ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തും അതേപോലെ പോലീസ് ഓഫീസേഴ്സിന്റെ ഭാഗത്തിലും എഫക്റ്റീവായിട്ടുള്ള ഇടപെടൽ നടക്കുന്നത് കൊണ്ട് വളരെ കുറഞ്ഞിട്ടുണ്ട്, ലിമിറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഇതിന്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പിടിച്ചിട്ടില്ല. അപ്പൊ ആ ബാക്ക് എൻഡ് കൂടി പ്രത്യേകിച്ച് ഒരു ക്ലീൻ പെരുമ്പാവൂർ, ക്ലീൻ കേരള എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പുതിയ സർക്കാരിന് ഇത് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെ ആത്മവിശ്വാസം. അതിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവും. നാട്ടുകാർ എന്ന നിലയിലും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അടുത്തു നിന്നുള്ള സപ്പോർട്ടുകൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ റാലി തുടങ്ങാനുള്ള ഒരു തിരക്കിലാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നിലവിൽ നമുക്കറിയാം ഇവിടെ പെരുമ്പാവൂര് 18 കോടിയുടെ ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ആണ് പിടിച്ചിട്ടുള്ളത്. അത് ഈ അതിഥി തൊഴിലാളികൾ, അത് പ്രത്യേകിച്ചും ഈ അസംഘടിത മേഖലയിലുള്ള ആളുകളാണ് അതിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ തന്നെ, അതായത് നേരത്തെ നമ്മൾ ഈ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ചില പ്ലൈവുഡ് കമ്പനികളെയൊക്കെ സമീപിച്ചത്. പക്ഷേ അവർ വ്യക്തമാക്കുന്നത് അവരുടെ അവരാരൊക്കെയാണ്, അല്ലെങ്കിൽ അവർ എവിടേക്ക് പോകുന്നു എന്നുള്ളത് അവരുടെ ഒരു അണ്ടർ സർവൈലൻസിൽ തന്നെയാണ് അവർ പോകുന്നത്. പക്ഷേ അല്ലാതെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ദൈനംദിന ജോലികൾക്ക് നിൽക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ. അപ്പൊ അത്തരത്തിൽ നമുക്ക് നമ്മളോടൊപ്പം ശ്രീമർ സാർ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനപ്പോൾ പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. എന്തായാലും നമുക്ക് മറ്റു ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. എന്തായാലും മറ്റു സ്കൂളുകളിലെ അനവധി ആളുകൾ അതെ ആളുകൾ
ലക്ഷ്യം കാണുന്നുണ്ടത്. കാരണം പല സ്ഥലങ്ങളിലും ഇപ്പൊ പെരുമ്പാവൂരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ, ലഹരിയുമായിട്ടുള്ള ആൾക്കാർ ഓടിപ്പോവാണ് പോലീസിനെ കാണുമ്പോൾ. അപ്പോൾ ഇത് ഭയങ്കര ഒരു ലക്ഷ്യത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക കുറച്ച് ഒരു മാസത്തിനകം ലഹരിമുക്ത ഒരു പെരുമ്പാവൂരാക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഞാൻ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്, സെന്റ് ടീച്ചറാണ്. അങ്ങനെയാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇവിടെ ACP IPS കാർത്തിക് മീണയാണ് അതിന് നേതൃത്വം നൽകുന്നത്. നമുക്ക് അദ്ദേഹത്തോട് കൂടി ചോദിക്കാം. സർ, കേരളത്തിന്റെ ചരിത്രത്തിലെ ഞാൻ ഓത്തറൈസ് ഓഫീസർ അല്ല, പോലീസ് മാത്രമല്ല വിവിധ വിഭാഗങ്ങളെല്ലാം കൃത്യമായി അണിചേർന്നുകൊണ്ട് സമ്പൂർണമായ സഹകരണം നൽകിക്കൊണ്ട് നാടിന്റെ നന്മയായി മാറിയ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ മാച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥന, കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന കേരളത്തിന്റെ യുവതയെ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ലക്ഷ്യം. തൂഫാൻ ജാഗരണിന്റെ ഏകദേശ രൂപരേഖ വളരെ, അതായത് ഇവർക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നതിന് പരിമിതികളുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ ഹണ്ടിനെ കാണുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും പെരുമ്പാവൂർ തന്നെ നമുക്ക് അടുത്തറിയാവുന്ന കാലഘട്ടത്തിലാണ് ഈ 18 കോടിയുടെ ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് പിടിച്ചെടുത്തത്. എന്നാലും കുട്ടികളെ ബാൻഡ് മേളം അങ്ങനെ നിരവധിയായിട്ട് കുട്ടികളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് റാലി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് എനിക്ക് തന്നെ ലഹരി മുക്ത പെരുമ്പാവൂരാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം അതിഥി തൊഴിലാളികൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതും ഏറ്റവും അധികം അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നു എന്നുള്ളതുമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഏരിയ തെരഞ്ഞെടുത്തത് ആഭ്യന്തരമന്ത്രി ഇത്തരത്തിൽ ഈ ഒരു ഏരിയ തന്നെ തെരഞ്ഞെടുത്തതും ഇവിടെ അതിനുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ സ്റ്റാർട്ട് ചെയ്യാനുമുള്ള തുടക്കം അഭിനന്ദനാർഹമാണ് എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും നിലവിൽ ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നും റാലിയായിട്ട് ഇവിടെ ഫൈനാൻസ് ഹാളിലാണ് സമാപിക്കുക. അവിടെയാണ് സമ്മേളനം. അദ്ദേഹം അവിടെ ഉദ്ഘാടനം ചെയ്യും. മിനിസ്റ്റർ ഇങ്ങോട്ട് എത്തിയ ശേഷം ഇവിടെ നിന്നും റാലിയായിട്ടായിരിക്കും അങ്ങ് അവിടേക്ക് പോവുക. എന്തായാലും ഇതിനുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു. മന്ത്രി എത്തും ആരൊക്കെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്? സ്കൂളുകളുണ്ടോ, വിദ്യാർത്ഥികളുണ്ടോ, മറ്റ് പ്രാദേശിക ജനപ്രതിനിധികളടക്കം ഇതിന്റെ ഭാഗമാകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ആവശ്യമായി കാണുന്നത് പെരുമ്പാവൂരിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. കാരണം അത്രയധികം ദുരിതം അവർ അനുഭവിക്കുന്നുണ്ട്. ഇതര സംസ്ഥാനക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം, അവിടെ പലപ്പോഴും ഒരു സാമൂഹ്യ വിപത്തായി ഇവർ മാറുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. പലപ്പോഴും നമുക്കറിയാം, ഈ വൈകുന്നേരങ്ങളിൽ പെരുമ്പാവൂർ നഗരത്തിൽ ചെന്നു കഴിഞ്ഞാൽ ബിവറേജുകൾക്ക് മുന്നിൽ വലിയ പരാക്രമം കാണിക്കുന്നു, അക്രമ സംഭവങ്ങൾ പെരുകുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും ഭയമാകുന്ന സാഹചര്യമായിരുന്നു. നേരാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവമാണ് പൊതുവെ നമ്മൾ കാണിച്ചത്. അതിഥി തൊഴിലാളികളായവർ കണ്ടു. പക്ഷേ പിന്നീട് സാഹചര്യങ്ങൾ മാറി. ആലുവയിലടക്കം പെൺകുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഇതര സംസ്ഥാനക്കാരായിരുന്നു. അത് ലഹരി ഉപയോഗിച്ചവരായിരുന്നു. ലഹരിയായിരുന്നു പ്രധാനപ്പെട്ട വില്ലൻ. ഇത് അമർച്ച ചെയ്യേണ്ടത് ആ നാടിൻ്റെ ഒരു ആവശ്യമാണ്. എന്തായാലും അവിടെ ഒരു തുടക്കമാവുകയാണ് മന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഈ പ്രചാരണ പരിപാടി. ഇത് ജനങ്ങളൊക്കെ ഇത് വലിയ രീതിയിൽ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? നമുക്ക് ഇവിടെ പിന്നിൽ കാണുന്ന ജനാവലി തന്നെ കണ്ടാൽ അറിയാം. നിരവധി, അതായത് കുട്ടികൾക്കൊപ്പം തന്നെ നിരവധി ആളുകളും ഇവിടെ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് എന്തായാലും നിരവധി ആളുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പം സൂചിപ്പിച്ച പോലെ ആലുവയും പെരുമ്പാവൂരുമാണ് ഇവിടുത്തെ ഈ ലഹരിയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ആലുവയിൽ ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നേരെ വരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ലഹരി അധികം ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലഹരിക്കടിമയായ ആളുകൾ തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുള്ള സാഹചര്യമുണ്ട്. ഇവിടെ തന്നെയും അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടം, പലയിടത്തും അസംഘടിത മേഖലയിലുള്ള ആളുകൾ ഉള്ള സാഹചര്യം. അങ്ങനെ അത്തരത്തിലുള്ള ആളുകളെ കൂടി കുറച്ചുകൂടി സംഘടിതമാക്കിക്കൊണ്ടും അവരോടൊപ്പം ഇവിടെ ഭായ് കോളനി എന്ന് പറയുന്ന ഇടത്തേക്ക് ഹോം മിനിസ്റ്റർ പോയി സംസാരിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകളെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. ഇവരുടെയൊക്കെ സംസ്ഥാനങ്ങളിൽ വളരെയധികം ചീപ്പ് റേറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ കഞ്ചാവ് പോലെയുള്ള സാധനങ്ങളും മറ്റ് നാർക്കോട്ടിക് സബ്സ്റ്റൻസുകളും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വലിയ വിലയിൽ വിൽക്കുകയാണ്. അതിന് ആവശ്യക്കാരുണ്ട്. മാത്രമല്ല ഇവിടെ
ഈ പീൻചന്ത ഇവിടെയുള്ള ആളുകളെല്ലാം പ്രധാനപ്പെട്ട ഒരു സ്പോട്ടായിട്ട് പറഞ്ഞത് അങ്ങനെ. ഇപ്പോൾ നമ്മൾ വെറുതെ പോയാലും, ഞാൻ വെറുതെ പോയാലും, മറ്റൊരാൾ വെറുതെ പോയാലും ഇതുമായി സമീപിക്കുന്ന ആളുകൾ നിരവധിയാണ്. തനിച്ചാണ് എന്ന് കണ്ടാൽ ഇതുമായി സമീപിക്കുന്ന ആളുകൾ നിരവധിയാണ്. സ്ത്രീകളുണ്ട്. ഇതിനെല്ലാം നിരവധി കണ്ണികളാണുള്ളത്. ചെറിയ ചെറിയ അളവിലുള്ള ഈ പറയുന്ന കഞ്ചാവോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി വസ്തുവോ കൈവശം വെച്ച ശേഷം അത് മറ്റുള്ളവർക്ക് നൽകാനുള്ള, വിൽക്കാനുള്ള, മറ്റുള്ളവരെ അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അത് ഈ ഒരു ഏറിയ ഭയങ്കരമായിട്ട് അത് അത്തരത്തിൽ തന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അത് പൂർണ്ണമായും അതിനെ വേരോടെ നീക്കം ചെയ്യുന്ന, പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഇവിടെ നിന്നും ഇതിന്റെ ക്യാമ്പയിൻ തന്നെ തുടങ്ങാൻ, ഒരു വലിയ ക്യാമ്പയിൻ പഞ്ചാബ് മോഡൽ. പഞ്ചാബില് ലഹരിക്കെതിരെ ആദ്യത്തെ പോരാട്ടത്തിന് ഇറങ്ങിയത് അമ്മമാരായിരുന്നു, സ്ത്രീകളായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പെരുമ്പാവൂരിലെ ഈ ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി നിരവധി സ്ത്രീകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരിൽ നിന്നും പ്രതികരണം തേടാമോ? അവരടക്കം, കാരണം ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് സാധാരണക്കാരായ പെൺകുട്ടികളും സ്ത്രീകളുമാണല്ലോ. നമുക്ക് നോക്കാം. കാരണം പലരും നമ്മൾ നേരത്തെയും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടി കാണിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി അത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ലഹരി വിരുദ്ധ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണല്ലോ നടക്കുന്നത്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഇവിടെ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അത്രയധികം ആളുകൾ ഇവിടെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരിയുടെ കൂടുതൽ എന്താണ് ഈ ഒരു ക്യാമ്പയിനെ പറ്റി പറയുന്നത്? എത്രയും അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു ഇത്. എത്രയും വേഗം ഇത് തുടച്ചു നീക്കാനുള്ള പരിപാടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ലഹരി കൊണ്ട് പെരുമ്പാവൂർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളുടെ ജനജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഓരോ തൊഴിൽ ചെയ്യണവർക്കൊന്നും ഇവിടെ സ്വാതന്ത്ര്യമായി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പെരുമ്പാവൂര്. അത്രേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ലഹരി തുടച്ചു നീക്കാനുള്ള ഇത് ചെയ്യണമെന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ജനങ്ങളുടെ, വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഭായിമാരൊക്കെ കൂടുതലും ഇങ്ങനെ കഞ്ചാവ്, മയക്കുമരുന്നൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള തലമുറയ്ക്ക് അത് ഇതാവുള്ളൂ. ടോമേ, ഇവർക്ക് രക്ഷകർത്താക്കൾക്കും പറയാനുള്ളതാണ്. അതാണ് എത്ര വേഗം അതിനെ തുടച്ചു നീക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഇത്തരത്തിലൊരു പരിപാടി, ഇത്തരത്തിലൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തതിൽ തന്നെ അവരതിനെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. യെസ്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള പ്രചാരണ പരിപാടിക്ക് പെരുമ്പാവൂരിൽ തുടക്കമാവുകയാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം, ലഹരി ഒഴുകുന്ന നാട്, അതിൻ്റെ ഭീകരതയൊക്കെ പലപ്പോഴും ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊരു തുടക്കമാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തുന്നു, ഈ ബഹുജന റാലിയുടെ ഭാഗമാകുന്നു. വൈകുന്നേരം അദ്ദേഹം ഈ പ്രചാരണ പരിപാടിക്ക് ശേഷം ഭായ് കോളനിയിലെത്തി ഇതര സംസ്ഥാന തൊഴിലാളികളുമായി മന്ത്രി നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ശക്തമായ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകും. ഇത് ഒരു ജനകീയ പരിപാടിയായി ഓപ്പറേഷൻ തൂഫാൻ പ്രചാരണ പരിപാടി മാറുകയാണ്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.